അപ്പോൾ എന്തായാലും ഇനിയും നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ അമ്മമാരുടെ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരുപാട് കഴിവുകൾ ഇനിയും ഈ വേദിയിൽ കാണാനുണ്ട്. ഒരാളെ കൂടി ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. വിളിക്കട്ടെ? യെസ്. അപ്പോൾ നിത്യയുടെ ഡബിൾ സൂപ്പർ അമ്മേനെയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന. അമ്മ നമസ്കാരം, വരൂ. നമസ്കാരം അമ്മ. യെസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, പറയൂ. എന്റെ വീട്ടിൽ ഒരു വിശേഷവും ഇല്ലാതെ അടച്ചു വെച്ചിരിക്കുകയാണ്. ആണോ? അതെ, അടച്ചിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ മോളുടെ ഒരു ഫ്ലാറ്റിൽ പ്രത്യേകം താമസിക്കുകയാണ്, ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട്. അപ്പൊ നിങ്ങള് ഹസ്ബൻഡ് വൈഫ് എഗെയിൻ ഒരു ഹണിമൂൺ പോലെ നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ താമസിക്കുകയാണ് അല്ലേ? മക്കളൊക്കെ ശല്യൊക്കെ അങ്ങ് മാറ്റി വെച്ചു? ഇല്ല, എനിക്ക് അസുഖമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. എന്ത് പറ്റി? എനിക്ക് ഇത്തിരിയൊക്കെ പറ്റി. സോഡിയം കുറഞ്ഞു, പൊട്ടാഷ്യം കുറഞ്ഞു, HB കുറഞ്ഞു, എല്ലാം കുറഞ്ഞു. ശരി. ഇടയ്ക്ക് 2-3 പ്രാവശ്യം ICUലായിരുന്നു. മമ്മി അങ്ങനെ പുറത്തിറങ്ങാറില്ല ഇപ്പം, വളരെ വീക്കാണ്. പക്ഷെ ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഇവിടെ വന്നിരിക്കുകയാണ്. അമ്മ, എങ്ങനെയുണ്ട് നമ്മളുടെ നിത്യകുട്ടീൻ്റെ എല്ലാം പ്രോഗ്രാം കാണാറുണ്ടോ? എന്നും കാണാറുണ്ട്. എന്തൊക്കെയാണ് തോന്നുന്നത്? എന്താ മാറ്റം? നിത്യ ഈ പ്രോഗ്രാമിൽ വരുന്നതിന് മുമ്പത്തെ നിത്യയും ഇന്നത്തെ നിത്യയിൽ എന്താ മാറ്റം? നിത്യയ്ക്കും മോക്കും നല്ല മാറ്റമുണ്ട്. അമ്മയുടെ അടുത്ത് എങ്ങനെയാ നിത്യ? വഴക്കൊക്കെ ഉണ്ടാക്കോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ വയ്യാതായതിനു ശേഷം വലിയ വഴക്കൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ പുറത്ത് പൊതുവേ വളരെ കാം ആൻഡ് കൂളാണ്. അതായത് ഞാൻ എല്ലാം ലാസ്റ്റ് എങ്ങനെയാണ് പോവുക എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ റിയൽ രീതിയിലേ ഞാൻ എടുക്കും. പെട്ടെന്ന് പ്രകോപിതയാവില്ല, കാം ഡൗൺ. പക്ഷെ വീട്ടിലാണ് അത് എത്രയും എടുക്കുക, ഹസ്ബൻഡിൻ്റെ അടുത്തും ഇവിടെ മമ്മി ഡാഡിയുടെ അടുത്തും. കാരണം അവരെങ്ങനെ വന്നാലും ലൈക്ക് എൻ്റെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് എല്ലാം എക്സാക്ട്ലി എൻ്റെ സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം ഞാൻ എടുക്കുന്നത് മമ്മിയോടും ഡാഡിയോടും ഹസ്ബൻഡിനോടുമാണ്. പാവങ്ങൾ അല്ല, 3 പേരും പാവങ്ങളാണ്. പക്ഷെ അവര് എഗെയിൻ മാം പറഞ്ഞ പോലെ പഞ്ചിങ് ബാഗ് പോലെ ബൗൺസ് ബാക്ക് ആണ്. ദേ വിൽ ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. അതേ അത്രേ എടുക്കുള്ളൂ. അപ്പൊ ഇപ്പൊ കുറച്ച് ദേഷ്യം കുറവാണ്. ദേഷ്യം അല്ലാതെ അല്ലേ? ദേഷ്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ അവർക്കൊക്കെ എന്നെ എല്ലാ രീതിയിലും ശുശ്രൂഷിക്കാനേ സമയമുള്ളൂ. ഈ ജ്വാലക്കുട്ടിയായിട്ട് എങ്ങനെയാണ് അമ്മൂമ്മ? കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് തമാശയായിട്ടുള്ള ജ്വാലയ്ക്ക് ഇപ്പൊ കഥയൊന്നും വേണ്ട, ഇപ്പൊ ധ്വനിക്കാണ് കഥ വേണ്ടത്. ജ്വാല എങ്ങനെയാ വീട്ടില്? ജ്വാല വീട്ടിൽ കുഴപ്പമൊന്നുമില്ല. മമ്മിയോട് ഞാൻ ഈ പറഞ്ഞതുപോലെ അപ്പോഴപ്പോഴായിട്ട് പറയുന്ന കാരണം എനിക്ക് ഈ ഒരു കൺഫെഷൻ പോലെ ഒന്നുമില്ല, തോന്നുന്നെല്ലാം പറയും. പക്ഷെ എനിക്ക് എപ്പോഴും എൻ്റെ ലൈഫിൽ പില്ലേഴ്സ് എന്നല്ല, ഫസ്റ്റ് റോൾ മോഡൽ പുറത്തെ ആക്ടിവിറ്റീസും എല്ലാത്തിനും എനിക്ക് എപ്പോഴും റോൾ മോഡൽ ഡാഡിയാണ്. പക്ഷേ എൻ്റെ ഉൾക്കരുത്ത് എന്ന് പറയുന്നത് മമ്മിയും അമ്മൂമ്മയാണ്. അമ്മൂമ്മയ്ക്ക് 6 പെൺമക്കളാണ്. അപ്പോൾ അച്ചാച്ചൻ അത്ര വലിയ ഒരു ലാൻഡ് ലോഡായിട്ട് അവിടെ കൂടെ ദൂരെ കൂടെ നടക്കുകയുള്ളൂ. വീട്ടിലെ കാര്യങ്ങളും മക്കളെ പഠിത്തം. അന്നത്തെ കാലത്ത് ഈ 6 മക്കളെയും പഠിപ്പിച്ച് അവരെല്ലാവരും ഓരോരോ വലിയ വലിയ നിലകളിലാണ്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് എത്തിയാൽ അമ്മൂമ്മയാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തത്. ആൻഡ് ഷീ ഫൈറ്റ്സ് ബാക്ക് ടു എവ്രി വൺ ഇൻ ദാറ്റ് ലെവൽ. അപ്പോൾ ആ അമ്മൂമ്മയെ കണ്ട് വളർന്നവരാണ് ഇവരെല്ലാം. അപ്പം നമ്മൾ പാമ്പറിങ് അല്ല കൂടുതൽ, ഉൾക്കരുത്ത് തന്ന് ഹൗ ടു ഡീൽ വിത്ത് എവറിത്തിങ് ഇൻ എ കാം ആൻഡ് കൂൾ വേ ആൻഡ് ഓൾസോ ഫൈറ്റ് ബാക്ക് ചെയ്യേണ്ടത് എവിടെ എന്നൊക്കെ പഠിപ്പിച്ച് തന്നത് സ്ട്രോങ് ലേഡിയാണ്. ഷീസ് അത്ലറ്റ് പ്ലസ് ചാമ്പ്യനാണ്, സ്പോർട്സിലെ ചാമ്പ്യൻ. പക്ഷെ ഇപ്പം വീസിങ്ങും കാര്യങ്ങളും കൊണ്ട് ഒരു എന്താ പല്ല് കൊഴിഞ്ഞൊരു സിംഹത്തെ പോലെ അങ്ങനെ നടക്കുകയാണ്. പല്ല് കൊഴിഞ്ഞ സിംഹമാണെങ്കിലും സിംഹം എന്തും സിംഹമാണ്. അതാണ്. അതെ, അതുകൊണ്ട് ആ പേടി വേണം നിത്യക്ക് എന്നും അല്ലേ? ഒത്തിരി കാര്യങ്ങള് സ്പോർട്സിന്റെ കാര്യം, ആർട്സ് അത്ര മമ്മിക്ക് വലിയ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും മമ്മി സ്പോർട്സിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പം സ്പോർട്സ് തലങ്ങളെല്ലാം മക്കൾക്ക് പഠിപ്പിച്ച് കൊക്കോയൊക്കെ മമ്മി ചാമ്പ്യൻ ആയിരുന്നു. എനിക്ക് എന്റെ ഫേവറേറ്റ് സ്പോർട്സും കൊക്കോയാണ്. അടിപൊളി. അപ്പൊ അമ്മമ്മ സ്കൂളിൽ പഠിപ്പിക്കാൻ, സ്കൂളിലല്ല മറ്റേ ഹോംവർക്ക് എല്ലാം ഹെൽപ്പ് ചെയ്യാറുണ്ടോ അമ്മമ്മ? അതായത് ഞാൻ സാറ്റർഡേ സൺഡേയും അവർ താമസിക്കുന്ന വീട്ടിലാണ് പോവാറ്. അപ്പോൾ നല്ല ഫണ്ണാണ്. പിന്നെ കൊക്കോയ്ക്ക് നമ്മുടെ സ്കൂളിൽ ഒരു കോച്ചിങ് എടുക്കുന്നുണ്ട്.
അപ്പോൾ അതിന് ഈ ഗെയിംസിനൊക്കെ വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ട്രിക്സ് ഒക്കെ പറഞ്ഞുതരാം. അടിപൊളി. അപ്പോൾ എന്തായാലും ശശികല അമ്മയെ ഒന്നും കൂടി ഈ വേദിയിൽ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നമുക്ക് പല പല പ്രോഗ്രാംസും വരുമ്പോൾ വിളിക്കും. അപ്പോൾ ആരോഗ്യത്തോടു കൂടി ഇവിടെ വരിക. എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ ഉണ്ടാവട്ടെ. അപ്പോൾ ഹാപ്പി അല്ലേ? അച്ഛനെ നമ്മൾ പരിചയപ്പെട്ടു, അച്ഛനെ എപ്പോഴും കാണാറുണ്ട്. അമ്മയും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരിക നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ വിസിറ്റ് ചെയ്യാൻ. ഇളയ മോളെയും കൂടെ ഒന്ന് വിളിച്ചോട്ടെ, ധ്വനിയും കൂടെ. ധ്വനി ഹായ്. ധ്വനി ഒറ്റയ്ക്കായി പോയി എന്നുള്ള ഒരു വലിയ സങ്കടം. ധ്വനിയുടെ ബർത്ത്ഡേ ബേബിയാണ്. അതെ, ധ്വനിയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. അപ്പം എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു പോസിറ്റീവ് ഫാമിലിയാണ് പ്രേക്ഷകർക്ക് മാതൃകയായിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചു കൊടുക്കുന്നത്. അത് നിത്യയുടെയും ജ്വാലയുടെയും പല പെർഫോമൻസുകളിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും എല്ലാവർക്കും. അച്ഛനെയും അമ്മയൊക്കെ കാണുമ്പോഴും അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഇത് തന്നെയാണ് നിങ്ങളുടെ ഫാമിലിയുടെ ഒരു ശക്തി. ഈ ഒരു എല്ലാ കാര്യത്തെയും പോസിറ്റീവായിട്ട് എടുത്ത് മുന്നോട്ട് പോവുക, അടിപൊളിയായിട്ട് പോവുക, ഗംഭീരമാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാവർക്കും ചേർന്ന് ഇന്നത്തെ എപ്പിസോഡിനോട് ടാറ്റ ബൈ ബൈ പറയാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ എല്ലാവരും കണ്ടുമുട്ടും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പ്രേക്ഷകരും ഇതുപോലെ തന്നെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ദിസ് ഈസ് സൂപ്പർ അമ്മയും മകളും.